SSC GD കോൺസ്റ്റബിൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ GD കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ഇപ്പോൾ അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുകയാണ്. ഡിസംബർ 1 മുതൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞു. ഡിസംബർ 31 ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. പല ഉദ്യോഗാർത്ഥികൾക്കും ഒരുപാട് ഡൗട്ടാണ് ഈ SSC GDയെ കുറിച്ചിട്ടുള്ളത്. ഇതിൻ്റെ യോഗ്യത എന്നുള്ളത് 10ാം ക്ലാസ് മിനിമം യോഗ്യതയാണ്. ഇതിൽ D+ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് 10ാം ക്ലാസ് മിനിമം മാർക്കോട് കൂടി പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് SSC GD കോൺസ്റ്റബിൾ. ആദ്യം ഇതിൻ്റെ യോഗ്യത എന്നുള്ളത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. മിനിമം മാർക്കോട് കൂടി പാസ്സാവണം. ഹൈറ്റ് വരുന്നത് 170 സെൻറ്റിമീറ്റർ ആണ് ആൺകുട്ടികൾക്ക്. അതിൽ SC, OBC, ജനറൽ ഈ 3 കാറ്റഗറിയിലുള്ള ആൺകുട്ടികൾക്കും 170 സെൻറ്റിമീറ്റർ നിർബന്ധമായും ഹൈറ്റ് വേണ്ടതാണ്. 162.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി ST ഷെഡ്യൂൾ ട്രൈബിലുള്ള കുട്ടികൾക്ക് ഇതിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. പെൺകുട്ടികൾക്കാണെങ്കിൽ OBC, ജനറൽ, SC ഷെഡ്യൂൾ കാസ്റ്റ് ഈ 3 കാറ്റഗറിയിലേക്കുള്ള ഉദ്യോഗാർത്ഥികൾക്കും 157 സെൻറ്റിമീറ്റർ 157 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് വേണ്ടത്. 152.5 സെൻറ്റിമീറ്റർ ST കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്കും 152.5 സെൻറ്റിമീറ്റർ ആണ് ഷെഡ്യൂൾ ട്രൈബിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പെൺകുട്ടികൾക്ക് വേണ്ടത്. ഹൈറ്റിൻ്റെത് ക്ലിയർ ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ യോഗ്യത. അടുത്താണ് ഇതിൻ്റെ വയസ്സ്. 18നും 28നും ഇടയിലാണ് ഇപ്പോൾ പ്രായപരിധി കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 18നും 23നും ഇടയിൽ പ്രായപരിധി ജനറൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും OBC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് +3 അതായത് 26 വയസ്സ് വരെ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ +5 5 വർഷത്തെ ഇളവാണ് SC ST കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നത്. അതായത് 28 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. SC ST കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക്. SC ST കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഡൗട്ടായിരുന്നു ഹൈറ്റിനകത്തും. കാരണം SC ST ഏജിനകത്ത് 5 വയസ്സിൻ്റെ 2 പേർക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റിനകത്തും ഇളവ് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നേരത്തെ പറഞ്ഞിരിക്കുകയാണ്. SC ഉദ്യോഗാർത്ഥികൾക്ക് ഹൈറ്റിനകത്ത് ഇളവ് ലഭിക്കുന്നതല്ല. ആൺകുട്ടികൾക്കായിക്കോട്ടെ പെൺകുട്ടികൾക്കായിക്കോട്ടെ. അടുത്ത ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ സെൻറ്റർ അല്ലെങ്കിൽ അക്ഷയയിൽ പോകുമ്പോൾ നിങ്ങളുടെ ബേസിക് ഡോക്യുമെൻ്റ് എല്ലാം കൊണ്ടുപോവുക. അതായത് SSLC ബുക്ക്, ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇത് ലൈവ് ഫോട്ടോ അതിൻ്റെ നിർബന്ധമായിട്ടും ആവശ്യമാണ്. അത് നിങ്ങൾ അപ്ലിക്കേഷൻ ഇൻഡിവിജ്വൽ തന്നെ പോകേണ്ട ആവശ്യകത ഉള്ളതായിരിക്കും. ഡോക്യുമെൻ്റ് സഹിതം നിങ്ങൾ ആദ്യം SSCക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിനകത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പല ഉദ്യോഗാർത്ഥികൾക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ സാർ എന്നെ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല, അത് ഫോർവേഡ് ആവുന്നില്ല, അങ്ങനെ ഒരുപാട് കേസസ് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനകത്ത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ID പാസ്വേഡ് വെച്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം ആണ് നിങ്ങൾ ഇതിൻ്റെ SSC GDക്ക് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അത് SSCക്ക് എന്നുള്ളത് നിങ്ങൾ ഒരു തവണ നമ്മൾ കേരള PSCക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്നത് പോലെ തന്നെ ആദ്യം തന്നെ രജിസ്ട്രേഷൻ ചെയ്യുക. അതുപോലെ തന്നെയാണ് SSCക്ക് രജിസ്ട്രേഷൻ ചെയ്ത് വയ്ക്കുക. ഇതിനകത്ത് നിങ്ങളുടെ ആധാർ കാർഡ് നിർബന്ധമായും കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം. അതുപോലെ തന്നെ മെയിൽ ID ഇതും നിർബന്ധമായും നിങ്ങളുടെ ഇൻഡിവിജ്വലിൻ്റെ മെയിൽ ID തന്നെ കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. പല ഉദ്യോഗാർത്ഥികളിലും കഴിഞ്ഞ തവണ കണ്ടിട്ടുണ്ടായിരുന്നു പേരൻസിൻ്റെ കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ ഇൻഫർമേഷൻ ലഭിക്കാത്തതും, അതുപോലെ തന്നെ ഇൻഫർമേഷൻ വന്നതിന് ശേഷം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കാരണം ഇത് പേരൻസ് ചെക്ക് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് പേരൻസിൻ്റെ നമ്പറോ അല്ലെങ്കിൽ ഫോണിലോ നിങ്ങൾ ഇതിൻ്റെ ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യരുത്. ഇൻഡിവിജ്വലിന് നിർബന്ധമായും നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മെയിൽ ID അതുപോലെ തന്നെ ഫോൺ നമ്പർ ഇത് നിർബന്ധമായും കയ്യിൽ കരുതേണ്ടതാണ്. അടുത്ത ഡോക്യുമെൻ്റ് നിങ്ങൾ കൊണ്ടുപോയി അപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു. അപ്ലിക്കേഷൻ ഫില്ല് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ പ്രൊസീജിയറാണ് റിട്ടേൺ എക്സാമിനേഷൻ. റിട്ടേൺ എക്സാമിനേഷനകത്ത് വരുന്നതാണ് 160 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ 40 മാർക്ക് 40 മാർക്ക് 40 40 അങ്ങനെ 40 മാർക്കിൻ്റെ 4 സെക്ഷനുകളായിട്ടാണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത്. മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, റീസണിങ്, GK, GS ഇങ്ങനെ 4 വിഷയങ്ങളിലായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഫിസിക്കലിന് അവർ ക്ഷണിക്കുന്നതാണ്. അതിന് എക്സാം ക്ലിയർ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ മെയിൽ IDയിൽ പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ നിങ്ങൾക്ക് കോൾ ലെറ്റർ വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുക. ഫിസിക്കൽ ടെസ്റ്റിനകത്ത് വരുന്നതാണ് ആദ്യം തന്നെ 5 കിലോമീറ്റർ റണ്ണിംഗ് ആണ് ആൺകുട്ടികൾക്ക് വരുന്നത്. ഫിസിക്കൽ ടെസ്റ്റിനകത്ത് ഈ 5 കിലോമീറ്റർ റണ്ണിംഗ് മാത്രമായിരിക്കും. അത് ജസ്റ്റ് ക്വാളിഫൈ മാത്രമായിരിക്കും. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കാണെങ്കിൽ 1.6 കിലോമീറ്റർ 8.15 മിനിറ്റാണ് ലഭിക്കുന്നത്.
ആൺകുട്ടികൾക്കാണെങ്കിൽ 24 മിനിറ്റ്, 5 കിലോമീറ്റർ ഓടിയെത്താനുള്ള സമയം എന്നുള്ളത് 24 മിനിറ്റാണ്. പെൺകുട്ടികൾക്ക് 8.15 സെക്കൻഡ്, 8 മിനിറ്റും 15 സെക്കൻഡും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിനകത്ത് വരുന്നത്. അതിന് മുന്നേ നിങ്ങളുടെ ഫിസിക്കൽ മെഷർമെൻറ്റ് ചെയ്യും. 170 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 152 സെൻറ്റിമീറ്ററിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികളെ റിജക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചിലർക്ക് മാക്സിമം കുട്ടികളിലും അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് 170 താഴെ ആണെങ്കിൽ 170 മേലെ അവിടെ ഹൈറ്റ് മെഷർമെൻറ്റിനകത്ത് അപ്ലിക്കേഷനിൽ ഫില്ല് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. നിങ്ങൾ 1-2 സെൻറ്റിമീറ്റർ കുറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലിക്കേഷൻ കൊടുത്ത ഉടനെ തന്നെ നിങ്ങൾ ഫിസിക്കലിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, ഹൈറ്റ് ഇൻക്രീസ്മെൻറ്റിനുള്ള പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ അവിടെ ഇൻ ചെയ്യാൻ അവർ വിടത്തുള്ളൂ. കാരണം 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് കറക്റ്റുള്ള ഉദ്യോഗാർത്ഥികളെ പോലും ഔട്ട് ചെയ്യുന്ന ഒരു കാഴ്ച കഴിഞ്ഞ 1-2 SSC GDയുടെ ഫിസിക്കൽ ടെസ്റ്റിനകത്ത് കണ്ടുവരുന്നതാണ്. അതിനാൽ മാക്സിമം ഫിസിക്കലിനകത്തും കൂടെ നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനകത്തും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനകത്തും നിങ്ങൾ പാസ്സാവാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ഫിസിക്കൽ എക്സാമിനേഷൻ്റെ കൂടെ തന്നെ ഫിസിക്കലിനും കൂടെ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യേണ്ടതാണ്. അടുത്ത സിസ്റ്റമാണ് ഇതിന് വരുന്നത് മെഡിക്കൽ. 4-മതായിട്ട് ആദ്യം തന്നെ അപ്ലിക്കേഷൻ, 2-മത് റിട്ടൺ എക്സാമിനേഷൻ, 3-മത് ഫിസിക്കൽ ടെസ്റ്റ്, 4-മത് മെഡിക്കൽ. മെഡിക്കൽ പ്ലസ് ഡോക്യുമെൻറ്റേഷനാണ് ഒരുമിച്ചാണ് നടക്കുന്നത്. മെഡിക്കലിനകത്തും പ്രോപ്പറായിട്ട്, വളരെ പ്രോപ്പറായിട്ടാണ്, നമ്മുടെ ആർമിയുടെ പോലെയല്ല, SSCയുടെ വളരെ പ്രോപ്പറായിട്ട് തന്നെയാണ് ഫിസിക്കലി ചെക്കപ്പും അതുപോലെ തന്നെ മെഡിക്കൽ ചെക്കപ്പും ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ക്ലിയർ കട്ടായിട്ട് തന്നെ നിങ്ങൾ മെഡിക്കലിനകത്ത് പോകുമ്പോഴും അതുപോലെ തന്നെ ഈ ഒരു ഡ്യൂറേഷനകത്ത് മാക്സിമം ആക്സിഡൻറ്റുകൾ സംഭവിക്കാതെ തന്നെ നിങ്ങൾ വളരെ കെയറോടുകൂടെ, വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ ബോഡി മെയിൻ്റനൻസും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മെഡിക്കൽ ഫീൽഡിനകത്തും മെഡിക്കൽ ടെസ്റ്റിനകത്തും നിങ്ങൾ പാസ്സാവുകയുള്ളൂ. 4 പ്രൊസീജിയറാണ് SSC GD കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. അടുത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കുള്ള ഡൗട്ടാണ് മാരീഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളത്. മാരീഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഏജ് ലിമിറ്റിനകത്തും ഹൈറ്റ് ക്രൈറ്റീരിയക്കകത്തും വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ നിർബന്ധമായും കൊടുക്കാൻ സാധിക്കും. അടുത്തൊരു സ്റ്റേജാണ് ഇതിൻ്റെ NCC ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രിയോറിറ്റി. NCC A സർട്ടിഫിക്കറ്റ്, B സർട്ടിഫിക്കറ്റ്, C സർട്ടിഫിക്കറ്റ്, ഈ 3 സർട്ടിഫിക്കറ്റും കയ്യിലുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് C സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ എക്സാമിനേഷനകത്ത് കിട്ടുന്ന മാർക്കിൻ്റെ 5% അഡീഷണൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. NCC C സർട്ടിഫിക്കറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 5% മാർക്ക്, നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ 5% മാർക്ക് എക്സ്ട്രാ ലഭിക്കുന്നതാണ്. B സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 3%, A സർട്ടിഫിക്കറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ 2%. അതായത് നിങ്ങൾ ടോട്ടൽ മാർക്ക് സ്കോർ ചെയ്തിട്ട് അതിൻ്റെ 2% എക്സ്ട്രാ മാർക്ക് നിങ്ങൾക്ക് ടോട്ടലിനകത്ത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ NCC C സർട്ടിഫിക്കറ്റ് ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യുകയും അതുപോലെ തന്നെ ഏറ്റവും മുന്നോട്ടേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിർബന്ധമായും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് A, B, C ഏത് സർട്ടിഫിക്കറ്റും ആയിക്കോട്ടെ നിങ്ങൾക്ക് അതിൻ്റെ അഡീഷണലായിട്ട് അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അടുത്താണ് സ്പോർട്സ് കോട്ടയിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് സ്പോർട്സിൻ്റെ നാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായി അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. 7 ഓർഗനൈസേഷനിലേക്കാണ് ഇപ്പോൾ അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ടോട്ടൽ വേക്കൻസി എന്നുള്ളത് 25,457 ആണ്. ഈ 7 കാറ്റഗറി, അതായത് 7 ഓർഗനൈസേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ CRPF, CISF, BSF, ITBP, ആസാം റൈഫിൾ, SSB, അതുപോലെ തന്നെ 7-മത്തതാണ് SS. ഈ ഒരു 7 ഓർഗനൈസേഷനിലേക്കാണ് ഇപ്പോൾ വേക്കൻസി ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾ പ്രിയോറിറ്റി ചോദിക്കുന്നതാണ്. കമ്പ്യൂട്ടറിനകത്ത് നിങ്ങളോട് പ്രിയോറിറ്റി ചോദിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, കാരണം പലർക്കും പല കാറ്റഗറിയിലേക്ക് പോകാനായിരിക്കും. ചിലർക്ക് CISFനോടാവാം, ചിലർക്ക് ITBPയോടാവാം, ചിലർക്ക് SSFിലേക്കാവാം. അപ്പോൾ നിങ്ങളുടെ ചോയ്സിനകത്തായിരിക്കും നിങ്ങൾ പ്രിയോറിറ്റി കൊടുക്കേണ്ടത്. അതായത് ഫസ്റ്റ് പ്രിയോറിറ്റി SSF, സെക്കൻഡ് പ്രിയോറിറ്റി SSB, ഇങ്ങനെയാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ആദ്യമായിട്ടാണ് SSCക്ക് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പലർക്കും പറ്റുന്നൊരു അബദ്ധം എന്നുള്ളത് അക്ഷയ സെൻറ്ററിനകത്തുള്ള അവിടുത്തെ സ്റ്റാഫ് നിങ്ങൾക്ക് ID ക്രിയേറ്റ് ചെയ്തു, പാസ്വേഡ് അവർക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുകയും നിങ്ങളോട് പറഞ്ഞു തരാത്തൊരു അവസ്ഥയും കാണാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ ID പാസ്വേഡ് ഇൻഡിവിജ്വൽ തന്നെ പറഞ്ഞു കൊടുക്കുക, അത് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എവിടെയെങ്കിലും മൊബൈലിനകത്തോ ഡയറിക്കകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിനകത്തോ നിങ്ങൾ നിർബന്ധമായും നോട്ട് ചെയ്ത് വയ്ക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അവസാനം എക്സാമിനേഷൻ്റെ സമയത്ത് നിങ്ങളുടെ ഇതിൻ്റെ മെയിൽ ID പാസ്വേഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ SSCയുടെ പാസ്വേഡ് ആയിക്കോട്ടെ മറന്നു പോവുകയും അത് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ എക്സാം എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥയും 1-2 എക്സാമിനേഷന് കണ്ടുവരുന്ന ഒരു കാഴ്ചയായിരുന്നു. അതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങൾ ചാടാതെ നിർബന്ധമായും ID പാസ്വേഡ് വളരെ നോട്ട് ചെയ്ത് വയ്ക്കുകയും
SSCക്ക് രജിസ്ട്രേഷൻ പ്ലസ് അപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്ലിപ്പ് ലഭിക്കുന്നതാണ്. അതുപോലെ വേറൊരു കാര്യം നിങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കുക എന്നുള്ളത്, നിങ്ങളുടെ ഫോട്ടോ അവിടുന്ന് നിങ്ങളുടെ ലൈവ് ഫോട്ടോ ആണ് എടുക്കുന്നത്. ആ ഫോട്ടോ അവർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലറർ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ഓൺ ദ സ്പോട്ട് തന്നെ നിങ്ങൾ, പലർക്കും ഡിസംബർ 31 വരെ ഉണ്ടല്ലോ, അതിനുശേഷം അപ്പോൾ കൊടുക്കാമെന്നുള്ള കാഴ്ചപ്പാട് പല ഉദ്യോഗാർത്ഥികൾക്കും. കാരണം പലരും ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്, സാർ 31 വരെ ഉണ്ടല്ലോ എന്നുള്ളത്. നിങ്ങൾ ഇന്ന് തന്നെ ഈ വീഡിയോ കാണുന്ന ഈ സമയം തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ റിട്ടേൺ എക്സാമിനേഷൻ്റെ ക്ലാസ്സസ് 4 മാസം, ഏകദേശം മാർച്ച് ഏപ്രിൽ മാസമാണ് ഇപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഈ വരുന്ന ഒരു 4 മാസം എന്നുള്ളത് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ SSC GD കോൺസ്റ്റബിളിൻ്റെ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും SSCയുടെ കോച്ചിങ് സെൻറ്ററിലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ആപ്പ് ത്രൂ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിർബന്ധമായും അറ്റ്ലീസ്റ്റ് ഒരു 15 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടി ചിലവാക്കുകയാണെങ്കിൽ SSC GD എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഡ്രോൺ അക്കാഡമിയിൽ ഓൾറെഡി ഇതിൻ്റെ എക്സാം ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് താഴെ പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്ലിക്കേഷൻ കൊടുക്കാൻ ബാക്കിയുള്ളതും അതുപോലെ ഇനി കൊടുത്തിട്ടുള്ളവരായിക്കോട്ടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സ്, നിങ്ങൾ ഈ ഒരു ഏജ് ലിമിറ്റിനകത്തൊക്കെ വരുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കോളേജ് ഗ്രൂപ്പ്, NCC ഗ്രൂപ്പ്, ഇതിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരെ കൊണ്ടും നിർബന്ധമായും ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളവർക്കും എക്സാം എഴുതാൻ പോകുന്നവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.